ചൂരൽമലയിലും മുണ്ടക്കയിലും ഒക്കെ ഉണ്ടായ പ്രകൃതി ദുരന്തത്തിൽ ഉരുൾപൊട്ടലിന്റെ തീരാ നൊമ്പരങ്ങളെ നെഞ്ചേറ്റിയാണ് നമ്മളൊക്കെ തന്നെ ഇവിടെ വന്നിരിക്കുന്നത്. അതിൽ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടു പോയ ആളുകളുണ്ട്. ഒരുപാട് ആളുകൾ മരണത്തിലേക്ക് കടന്നുപോയി. പ്രിയപ്പെട്ടവരെ, ശരീരത്തിന്റെ ഭാഗങ്ങളിൽ ചിന്നിച്ചിതറി ഒരുപാട് മേഖലകളിൽ നിന്ന് കിട്ടിയ ആളുകളുണ്ട്. അല്ലാഹുവേ, നീ എല്ലാ ആളുകൾക്കും അവസരത്ത് കൊടുക്കണേ തമ്പുരാനെ. നീ ശാന്തി പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അവർക്കൊക്കെ ഷഹീദിന്റെ കൂലി നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, സ്വർഗത്തിലെ പറവകളാക്കി നീ അവരെ മാറ്റണേ അല്ലാഹ്. അവരെ ഖബറിടങ്ങളെ നീ പ്രകാശപൂരിതമാക്കി കൊടുക്കണേ തമ്പുരാനെ. എല്ലാം നഷ്ടപ്പെട്ട് ഉറ്റവർ പോയ, ഉടയവർ പോയ, ആരുമില്ലാതായി പോയ കാരുണ്യത്തിന്റെ മനസ്സുള്ള ഉടമകൾ ചേർത്തു പിടിച്ച ഒരുപാട് പൂത്തുമ്പികളെ പോലെയുള്ള കുഞ്ഞുമക്കളുണ്ട്. അതുപോലെ തന്നെ വൃദ്ധജനങ്ങളുണ്ട്, യുവാക്കളുണ്ട്, സ്ത്രീകളുണ്ട്. പടച്ചോനെ, നീ എല്ലാവർക്കും സുരക്ഷ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവരുടെയൊക്കെ ക്ഷമയുടെ പ്രതിഫലം അവർക്ക് തന്നെ മീസാനിൽ നീ കാണിച്ചു കൊടുക്കണേ നാഥ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഉള്ളുലക്കുന്ന ഒരു തീരാ നോവിന്റെ നൊമ്പരത്തിന്റെ ആഘാതത്തിൽ നിന്ന് നമ്മളൊന്നും മുക്തരായിട്ടില്ല. ലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. ഞാൻ നിങ്ങളെ പരീക്ഷിക്കുന്നതാണ്. പല രീതിയിലുള്ള പരീക്ഷണം നിങ്ങൾക്ക് വരും. ഭയപ്പാട് വരും. നിങ്ങളുടെ സ്വത്ത് നഷ്ടമാകും, നിങ്ങളുടെ മക്കൾ നഷ്ടമാകും, നിങ്ങളുടെ ജീവൻ ചിലപ്പോൾ അപകടത്തിലാകും. അതൊക്കെ എന്റെ പരീക്ഷണങ്ങളാണ്. ആ പരീക്ഷണങ്ങൾ ഏത് രീതിയിലാണ്, എങ്ങനെയാണ്, എപ്പോഴാണ്, എവിടെയാണ്, ഏതു സാഹചര്യത്തിലാണ് വരിക എന്നുള്ളത് ഒരിക്കലും പ്രവചിക്കുക അസാധ്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് ദുനിയാവ് കടന്നു പോകുന്നത്. ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾക്ക് ഈ ലോകം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. കോടാനക്കോടി ആളുകൾ അങ്ങനെ ജീവഹാനി അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആരറിയും നിയതി തൻ ത്രാസു പൊങ്ങുന്നതും താനെ താണുപോകുന്നതും. നിയതി എന്ന് പറഞ്ഞാല് ഖദറും ഖദാഉമാണ്, വിധിയാണ്. ആ വിധിയുടെ തുലാസ് നമുക്ക് അനുകൂലമായിട്ട് പൊങ്ങുമോ, നമുക്ക് പ്രതികൂലമായിട്ട് താഴുമോ എന്ന് ഒരിക്കലും പ്രെഡിക്റ്റബിൾ അല്ല. അതാണ് ആരറിയും നിയതി തൻ ത്രാസു പൊങ്ങുന്നതും താനേ താണുപോകുന്നതും. ഇന്നലെയോളം എന്തെന്നറിഞ്ഞീല, ഇനി നാളെയും എന്തെന്നറിയില്ല. ഇന്നലെ വരെ ഇവിടെ സംഭവിച്ചത് എന്താണ് എന്നുള്ളത് നമ്മുടെ ആരുടെയും മുന്നൊരുക്കത്തിന്റെയോ അല്ലെങ്കിൽ പ്രിക്വേഷന്റെയോ അനന്തര ഫലമായിട്ട് ഉണ്ടായതല്ല. ഇനി നാളെയും തൽസ്ഥിതി തന്നെയാണ്. നമുക്കൊന്നും പ്രവചിക്കാൻ പറ്റൂല. നാളെയും എന്തെന്നറിയില്ല. 5 കൊല്ലം മുമ്പ് ഇതേ വയനാടിന്റെ, ഇതേ ചൂരൽമലയുടെ, ഇതേ മുണ്ടക്കൈയുടെ പാർശ്വഭാഗമാകുന്ന പുത്തുമലയിലാണ് കുന്നിടിഞ്ഞ് ഉരുൾപൊട്ടലുണ്ടായിട്ട് ഭൂഗർഭ അറകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകിയിട്ട് കല്ലുകളും മണ്ണുകളും ചിന്നിച്ചെതറിയിട്ട് 17ഓളം ആളുകൾക്ക് ജീവഹാനി സംഭവിച്ചത്. അതിലെ 5 ആളുകൾ ഇപ്പോഴും തിരോധാനത്തിലാണ്. അവര് മരിച്ചു എന്ന് സർക്കാരിന് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കണമെങ്കിൽ അവരുടെ ശരീരം കിട്ടണം. അതുകൊണ്ട് കാണാമറയത്താണ് അവര് മരിച്ചു എന്നുള്ളത് ഉറപ്പാണ്. ഞാൻ കഴിഞ്ഞ വർഷം മുണ്ടക്കൈയിൽ ഇതുപോലെ ഒരു പരിപാടിക്ക് വേണ്ടി പോയപ്പോ എന്റെ പ്രിയപ്പെട്ട സംഘാടകരിൽ പ്രധാനിയായ ഷഫീറിന്റെ വീട്ടിലേക്കാ പോയത്. അവിടെ ഉമ്മയില്ല, ഉപ്പയില്ല. ഷഫീറിനോട് ചോദിച്ചപ്പോ പറഞ്ഞു, അവരൊക്കെ പുത്തുമലയിലെ ദുരന്തത്തിൽ വിട പറഞ്ഞു പോയവരാണ്. അതിൽ ഉമ്മാന്റെ മയ്യത്ത് കിട്ടി, സഹോദരന്മാരുടെ മയ്യത്ത് കിട്ടി, പക്ഷെ എന്റെ ഉപ്പാന്റെ ജനാസ ഇപ്പോഴും കിട്ടിയിട്ടില്ല. അവിടെ എവിടെയോ ആ ജനാസ കിടക്കുന്നുണ്ട് എന്ന് ആ സഹോദരന് ഉറപ്പാണ്. ഇന്നലെ മിനിയാന്നോ ഒക്കെ ആയിട്ട് പ്രിയപ്പെട്ട ഷഫീറിനെ ബന്ധപ്പെടുമ്പോ വീണ്ടും ആ ഒരു ആഘാതത്തിൽ നിന്ന് 5 കൊല്ലം കൊണ്ട് മനസ്സിങ്ങനെ വിമോചിതമായിട്ട് വന്ന് വിധിയോട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ തുടങ്ങിയപ്പോ ഈ കഴിഞ്ഞ ചൂരൽമലയുടെ ദുരന്തത്തിൽ പ്രിയപ്പെട്ട ഷഫീറിന്റെ ജ്യേഷ്ഠന്റെ മകളെ ചാലിയാറിന്റെ കുഞ്ഞോളങ്ങളിൽ നിന്നാണ് ആ കുട്ടിയുടെ ശരീരം കിട്ടുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ആലോചിക്കണം. കല്ലുമഴ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പഴയ കാലങ്ങളിൽ. ഓരോ സമൂഹത്തിന് വർഷിച്ച മഴകള് ഇത് സാക്ഷാൽ ഒരു കല്ലുമലക്ക് സമാനമാണ്. ഭീമാകാരമായ ഉരുളം കല്ലുകൾ മഴ പെയ്യും പോലെ പെയ്യ, അല്ലെ? 5, 6, 8 കിലോമീറ്ററുകൾ ദൂരത്തേക്ക് വെള്ളത്തിന്റെ കൂടെയൊക്കെ ഭീമാകാരമായ ശിലകള്, പാറക്കല്ലുകള് തെറിച്ചു പോകുക എന്ന് പറഞ്ഞാല് ആ ഉഗ്ര വിസ്ഫോടനത്തിന്റെ ശക്തി എങ്ങനെയാ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയേണ്ട പ്രിയപ്പെട്ടവരെ?
1985 കൊളംബിയയിൽ ഇതുപോലെ അഗ്നിലാവകള് പർവ്വതത്തിന്റെ ഉള്ളിൽ നിന്ന് അഗ്നിപർവ്വതം പൊട്ടുന്നതിന്റെ കൂടെ ലാവ പുറത്തേക്ക് വന്നു. ആ ലാവ വെള്ളത്തിന്റെ കൂടെ ഒഴുകി ഒലിച്ചിട്ട് 76 കിലോമീറ്റർ പോയിട്ട് അമോറ പട്ടണത്തിൽ അത് നിറഞ്ഞു. 25,000 ആളുകള് ഈ ലാവയുടെ വിഷാംശങ്ങളും പുകപടലങ്ങളും ചൂടും ശ്വസിച്ചിട്ട് ശ്വാസം മുട്ടിയിട്ട് മരിച്ചു എന്നാണ് കണക്ക് പറയുന്നത്. കാരണം ആ ലാവ മലമുകളിൽ നിന്ന് 70 കിലോമീറ്ററുകൾക്ക് അപ്പുറത്തേക്കാണ് കുത്തിയൊലിച്ചത്. എന്റെ പ്രിയപ്പെട്ടവരെ, മുണ്ടക്കൈയിലെ ചൂരൽമലയിലെ ഈ പ്രകൃതി ദുരന്തത്തിൽ നിന്ന് പാറക്കല്ലുകളും മനുഷ്യ ശരീരങ്ങളൊക്കെ ഒലിച്ചു പോവാൻ നിലമ്പൂരിൽ നിന്ന്, അതുപോലെ തന്നെ ചാലിയാറിന്റെ പരിസരങ്ങളിൽ നിന്ന് 50-70 കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്നാണ് മനുഷ്യ ശരീരങ്ങളെ മയ്യത്തുകളെ കിട്ടുന്നത്. എന്നിട്ട് നിലമ്പൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് എല്ലാവിധ ശേഷക്രിയകളും കഴിഞ്ഞ് ആ മയ്യത്തിനെ ആംബുലൻസിൽ ബൈ റോഡ് കൊണ്ടുപോകാൻ. എത്ര ദാരുണം, എത്ര ദയനീയം. നമ്മളൊക്കെ ഇടക്കിടക്ക് ചിന്തിക്കണം, സുരക്ഷിതർ എന്ന അടിസ്ഥാനത്തിലല്ല നമ്മളൊന്ന് ഈ ദുനിയാവിൽ ജീവിക്കുന്നത്. ഒരുപാട് ആളുകൾക്ക് വിധിയിലും വലിയ ലാഞ്ചനം വന്നുകൊണ്ടിരിക്കാൻ, ഈമാനിക വിശ്വാസത്തിൽ പോലും അങ്കലാപ്പ് വന്നുകൊണ്ടിരിക്കാൻ, വിശിഷ്യ ചെറുപ്പക്കാർക്ക്. കാരണം നമ്മളെ പഴമക്കാരെ പോലെയുള്ള യക്കീനുറപ്പുള്ള ഈമാനൊന്നും പുതിയ തലമുറക്ക് ഉണ്ടാകില്ലല്ലോ. അവര് റീസണബിൾ തോട്ടുമായിട്ടാണ് ജീവിക്കുന്നത്. കാര്യകാരണങ്ങൾ സഹിതം കാര്യങ്ങളെ ബോധ്യപ്പെട്ടാലും നിജസ്ഥിതി ബോധ്യപ്പെട്ടാലുമാണ് മതമാകട്ടെ വിശ്വാസമാകട്ടെ അതിനെ അംഗീകരിക്കാൻ മുന്നോട്ട് വരുന്നത്. പഴയ തലമുറ അങ്ങനെയല്ല. അല്ലാഹുവേ സമീഅന വഅതഅന, ഞങ്ങൾ സ്വീകരിക്കുകയാണ്, ഞങ്ങൾ അംഗീകരിക്കുകയാണ്, ഞങ്ങൾ കേൾക്കുകയാണ്, ഞങ്ങൾ പഠിക്കുകയാണ്, ഞങ്ങൾ ഉൾക്കൊള്ളുകയാണ് അല്ലാഹ്. അങ്ങനെ പറയാൻ പുതിയ തലമുറയ്ക്ക് ഈമാനിന് ഫലമില്ല, കെൽപ്പില്ല, ഭദ്രതയില്ല. അതുകൊണ്ട് ചെറിയ ഒരു സ്പാർക്ക് ഉണ്ടാകുമ്പോഴേക്ക് ഏതാണ് ഈ ദൈവം, ഏതാണ് ഈ വിശ്വാസം, ഏതാണ് ഈ മതം, ഏതാണ് ഈ പ്രത്യയശാസ്ത്രം, എന്തിനാണ് ഈ വേദഗ്രന്ഥം എന്ന് യാതൊരു ലാഞ്ചനയുമില്ലാതെ ചോദിക്കാൻ മുന്നോട്ട് വന്ന് ധൈര്യം കാണിക്കുന്ന ചെറുപ്പക്കാരികളുടെ കാലഘട്ടമാണ്. പ്രകൃതി ദുരന്തത്തിലും സോഷ്യൽ മീഡിയയിൽ വന്ന് അലക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ കഴിയും, അല്ലെ? ഒരുപാട് ആളുകൾ മതത്തിനെതിരെ കുതിര കയറാൻ, അള്ളാഹുവിനെതിരെ കുതിര കയറാനൊക്കെ വന്ന ആൾക്കാർ. എന്തേ? അത് വലിയ അപകടമാണ്. പതർച്ച സംഭവിക്കാൻ പാടില്ല. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ശരീരത്തിന് അപകടം സംഭവിച്ച് ആ ഒരൊറ്റ ഇൻസിഡന്റിന്റെ പശ്ചാത്തലത്തില് നിരീശ്വരവാദികളായ ആളുകളുണ്ട്. എന്നിട്ട് പിന്നെ സ്വന്തം ഭാര്യന്മാരോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോ പരിശുദ്ധ വേദഗ്രന്ഥം പാരായണം ചെയ്താൽ അത് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു മതം ഇവിടെയില്ല, അങ്ങനെ ഒരു ദൈവം തമ്പുരാൻ ഇവിടെയില്ല. നഊദു ബില്ലാഹ്, നസ്തഗ്ഫിറുല്ലാഹ്. എത്ര ആളുകൾ ക്യാമ്പസുകളിലൊക്കെ അങ്ങനെയാണ് നമ്മളെ കുട്ടികൾ, അങ്ങനെയാണ്. അതുകൊണ്ട് ആ മക്കൾക്ക് നമ്മളെ കുട്ടികളാണ്, നമ്മുടെ വീട്ടിൽ വളരുന്നവരാണ്. പക്ഷെ ഞാൻ പറയാണ്, നമ്മുടെ പഴയ ആളുകളുടെ ഈമാനിന്റെ ആ ഒരു ബലം അവർക്കുണ്ടാകൂല. അവരുടെ ബുദ്ധിയുടെ വൈകല്യത്തിന്റെ പല അരിഷ്ടതകളിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ കരുതി അവരോട് സംസാരിക്കണം. സ്വഹാബത്തിന്റെ ഇടയിൽ തന്നെ പഴയ കാലത്ത് മഴ പെയ്തു. സ്വഹാബികളിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞു, ആകാശലോകത്ത് ഇന്നാലിന്റെ രാശി പ്രത്യക്ഷപ്പെട്ടത് കൊണ്ടാണ് ഞങ്ങൾക്ക് മഴ ലഭിച്ചത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തിരുത്താൻ മുന്നോട്ട് വരികയാണ്. ആരാണ് ആ വാക്കുച്ചരിച്ചവർ? ആകാശഗംഗയിൽ രാശി പ്രത്യക്ഷപ്പെട്ടത് കൊണ്ടല്ല നിങ്ങൾക്ക് മഴ കിട്ടിയത്, അള്ളാഹുവിന്റെ കരുണാകടാക്ഷം കൊണ്ടാണ് ഞങ്ങൾക്ക് മഴ ലഭിച്ചത് എന്ന് നിങ്ങൾ തിരുത്തി പറയൂ സഹാബ എന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്ന റഹ്മാൻ, അല്ലേ? കുല്ലു അംറിൻ ദീബാലിൻ ലം യുബ്ദ ബിസ്മില്ലാഹി ഫഹുവ അബ്തർ. എന്ത് കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കാരുണ്യവാനായ റബ്ബേ, ഈ ദുനിയാവിൽ നിന്നെ വിശ്വസിച്ചവർക്കും നിന്നെ വിശ്വസിക്കാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന റബ്ബേ, ആ റബ്ബിന്റെ കാരുണ്യത്തെയാണ് നമ്മൾ പറയുന്നത്. പ്രകൃതി ദുരന്തം അല്ലാഹുവിന്റെ തീരുമാനമാണ്. ഒരു ദുരന്തം ഉണ്ടായി, നമ്മൾ നോക്കുക, ആ ദുരന്ത മുഖത്ത്
ആ ദുരന്ത മുഖത്തെ മലയാളി അഭിമുഖീകരിച്ചതിന്റെ നേർസാക്ഷ്യം നമ്മളൊക്കെ അനുഭവിച്ച അല്ലെങ്കിൽ അറിഞ്ഞ, അത് മനസ്സിലാക്കിയ, അത് സവിസ്തരം ബോധിച്ച കൂട്ടരാ നമ്മളൊക്കെ. എന്തൊക്കെയായിരുന്നു അതും റഹ്മാനായ റബ്ബിന്റെ കരുണയല്ലയോ? ഒന്ന് ചിന്തിച്ചോക്ക്. JCBയുടെ ഉടമകള് JCB വിട്ടുകൊടുക്കുകയാണ്, ഇന്ധനം ഞങ്ങൾ നിറച്ചു തരാം, വണ്ടി കൊണ്ടുപോയിക്കോ. മണിക്കൂറിന് വില പറഞ്ഞിട്ട് ഉപജീവനം നടത്താനുള്ള ജീവിതത്തിന്റെ ഉപാധിയാണ് വിട്ടുകൊടുത്തത്. നിലമ്പൂരിലെ താലൂക്ക് ആശുപത്രിയുടെ മുമ്പിൽ ഒരു തൊപ്പി വെച്ച ഒരു കാരണവര് ചായ ഇങ്ങനെ കൊടുക്കുന്നു, കടി ഇങ്ങനെ കൊടുക്കുന്നു, മകന് കൂടെണ്ട്, എടുത്തോളൂ എടുത്തോളൂ. എടുക്കാൻ ആളുകൾക്ക് മടി വന്നപ്പോ ഇയാള് പറയാൻ, ഒക്കെ സൗജന്യാണ്, ഒക്കെ സൗജന്യാണ്, എടുത്തു കൊണ്ടുപോക്കോ. അല്ലേ? കട തുറന്നു കൊടുത്ത ആളുകളില്ലേ, അവർ GSTയുടെ കണക്ക് നോക്കിയോ? ഗവൺമെന്റിന് അടക്കേണ്ട ടാക്സിന്റെ കണക്ക് നോക്കിയോ? ഇല്ല. കടയുടെ ഷട്ടർ ആൻഡ് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് വയനാട്ടിലേക്കാണോ, കൊണ്ടുപോക്കോ കൊണ്ടുപോക്കോ പറയാൻ. എന്തേ? മനസ്സ് പാകപ്പെട്ടതാണ്. അത് ദുരന്തമുഖത്തെ റഹ്മാനായ റബ്ബിന്റെ റഹ്മത്ത് തന്നെയാണ്. കാരണം ഈ ജനതയുടെ കൽബിലേക്ക് കാരുണ്യം ഇട്ടുകൊടുത്തതും ഇതേ റബ്ബ് തആല തന്നെയാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാകണം. ഇന്നലെ ഒരു പ്രവാസിയായ സഹോദരൻ ഗൾഫിൽ നിന്ന് ചോദിക്കാൻ, ലഗേജ് ഇല്ലാതെ ഹാൻഡ് ബാഗ് മാത്രമായിട്ട് ഗൾഫിൽ നിന്ന് പോണവരുണ്ടോ എന്തേന്ന് ചോദിച്ചു. ഞാനിവിടെ ഒരു ബോട്ട് വാങ്ങി വെച്ചണേ, എയർ നിറച്ചിട്ട് മെഷീനിന് ഓട്ടാൻ പറ്റുന്ന ഒരു ബോട്ട് വാങ്ങി വെച്ചണേ. അത് ദുരന്ത മേഖലയിൽ നമ്മുടെ സന്നദ്ധ സേനയുടെ സുരക്ഷാ പ്രവർത്തകന്മാർക്ക് പ്രവർത്തിപ്പിക്കാനുള്ളതാണ്, അതൊന്ന് കൊണ്ടുപോകാനാണ്. ഒരു പ്രവാസി പറയാൻ, വയനാട്ടിൽ ഒരു റിസോർട്ടിന്റെ ഉടമ പറഞ്ഞു, 75% എന്റെ റിസോർട്ടിന്റെ വർക്ക് പൂർത്തിയായതാണ്, അതുകൊണ്ട് അതിന്റെ പ്ലാസ്റ്ററിങ്ങും ഫിനിഷിംഗ് വർക്കുകളും മാത്രമേ ബാക്കിയുള്ളൂ. എത്ര ദിവസം വേണമെങ്കിലും അഭയാർത്ഥി ക്യാമ്പായിട്ട് അതിനെ ഉപയോഗിക്കാം, ഞാൻ തുറന്നിട്ട് തന്നിരിക്കുന്നു എന്ന് ഒരു മനുഷ്യൻ പറയാൻ, ആശുപത്രിയുടെ ഉടമകൾ പറയാൻ, ഈ ദുരന്തത്തിൽപ്പെട്ട മുഴുവൻ ആളുകൾക്കും അവർ റിക്കവറായിട്ട് തിരിച്ചു പോകുന്നത് വരെ സൗജന്യമാണ്, സൗജന്യം. കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഈ രംഗം കാണാൻ വന്ന ആളുകൾ പിന്നെ ആ നാട്ടുകാരായ മാലോകരോട് വിളിച്ചു പറയാൻ, നോക്കൂ എന്റെ പ്രിയപ്പെട്ടവരെ, പോലീസിന് ആംബുലൻസിനെ തടഞ്ഞു നിർത്തേണ്ട അവസ്ഥയാണ്. എന്തേ? ആംബുലൻസ് കൂത്തരങ്ങ് പോലെ വന്നിട്ട് ഡ്രൈവർമാര് ഞങ്ങൾക്ക് സഹായിക്കണം എന്ന് പറഞ്ഞ് തർക്കിക്കാൻ തുടങ്ങിയിട്ട് ആംബുലൻസ് വന്നിട്ട് ആളുകൾക്ക് അസൗകര്യം കൊണ്ട് വീർപ്പുമുട്ടിയപ്പോ മലയാളിയുടെ സന്നദ്ധ സേവനത്തിന്റെ വിശാല മനസ്സുകൊണ്ട് ആംബുലൻസിനെ പടിക്ക് പുറത്തേക്ക് നിർത്തേണ്ടി വന്നു കേരളത്തിന്റെ നിയമപാലകന്മാരായിരിക്കുന്ന കാക്കി പോലീസുകാർക്ക്. എന്തേ? ഇത് മാത്രമായിരുന്നു കാരണം. മലയാളി അങ്ങനെയാണ്. എന്നാ അതിന്റെ ഇടയിലും ഏതെങ്കിലും രീതിയിലൊക്കെ ഒരു ക്ലാസിഫിക്കേഷന് അല്ലെങ്കിൽ വർഗീയതയ്ക്ക് ചാൻസ് ഉണ്ടോ, വർഗീയതയുടെ ഒരു സ്പാർക്ക് ഉണ്ടോ എന്ന് അന്വേഷിക്കുന്ന TG മോഹൻദാസിനെ പോലെയുള്ള ആളുകളുണ്ട്. അല്ലെ? അദ്ദേഹം പത്രസമ്മേളനത്തിലും ബന്ധപ്പെട്ട മാധ്യമ പ്രവർത്തകരോടും പറഞ്ഞൊരു കാര്യം എന്താണ്? അല്ലെ? ഈ കോട്ടുകളൊക്കെ കഴിഞ്ഞ മാസം തയ്ച്ചതാണ്. ഈ മതസംഘടനകളുടെ വോളണ്ടിയേഴ്സിന്റെ കോട്ടുകളാകട്ടെ, രാഷ്ട്രീയ പാർട്ടികളുടെ വോളണ്ടിയേഴ്സിന്റെ കോട്ടുകളാകട്ടെ, ഇതൊക്കെ വളരെ എന്താ പറയാ ആസൂത്രിതമായിട്ട് നയിച്ചു കൊണ്ടുവന്ന സാധനങ്ങളാണ്. എന്തിനാ ഈ കോട്ട് ധരിക്കുന്നത്? അല്ലെ? ഒരു വോളണ്ടിയർ അദ്ദേഹത്തിന്റെ കോട്ട് ധരിക്കുമ്പോ അദ്ദേഹത്തിന് താൻ പ്രതിനിധീകരിക്കുന്ന സംഘടനയോടൊരു ഉത്തരവാദിത്ത ബോധമുണ്ട്. ഞാൻ ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ, തേയില തോട്ടത്ത് നിന്ന് കാപ്പി കർഷകന്മാര്, തേയില കർഷകന്മാര് പൊന്നുരുക്കും പോലെ ഉരുക്കിയുണ്ടാക്കിയ പൈസ, അതുപോലെ തന്നെ അവരുടെ ആഭരണങ്ങള്, അതൊക്കെ ഈ മലവെള്ളപ്പാച്ചിലിന്റെ മലയിടക്കുകൾക്ക് നിന്ന്, കല്ലിന്റെ പൊത്തുകൾക്ക് നിന്ന് കിട്ടുമ്പോ ആ കോട്ട് ധരിച്ച അല്ലെങ്കിൽ തന്റെ സംഘടനയുടെ കുപ്പായം ധരിച്ച വോളണ്ടിയർ ആ ഉത്തരവാദിത്തത്തോടെ അത് ബന്ധപ്പെട്ട കലക്ടറുടെ അടുക്കലേക്ക്, വില്ലേജ് ഓഫീസറുടെ അടുക്കലേക്ക്, തഹസിൽദാരുടെ അടുക്കലേക്ക് ഉത്തരവാദിത്ത ബോധത്തോടു കൂടെ ഏൽപ്പിച്ചു കൊടുക്കാൻ, അതൊരു ചൂഷണോപാധിയാക്കി മാറ്റാൻ ആ പ്രിയപ്പെട്ട പ്രവർത്തകർ തയ്യാറാകുന്നില്ല. അല്ലെ? അപ്പൊ നമ്മളെ ഒരു വേഷം പോലും നാം പ്രതിനിധീകരിക്കുന്ന പ്രത്യയശാസ്ത്രത്തോടുള്ള പ്രതിബദ്ധതയെ ആണ് അഡ്രസ് ചെയ്യുന്നത്. എന്നിട്ട് അങ്ങനെ വളരെ നിഷ്കളങ്കരായിട്ട്, അവർക്കും കുടുംബത്തിലെ മക്കളില്ലേ, എന്നിട്ട് ഒരു നേരം നിങ്ങൾ കണ്ടില്ലേ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിന്റെ വായിലേക്ക് റൊട്ടി വെച്ചു കൊടുക്കുക. എന്റെ വായിക്ക് വെച്ചോ, എന്റെ രണ്ട് കൈയിലും മണ്ണാണ്, ചെളിയാൻ, മൃതദേഹങ്ങളെ വാരിപ്പുണർന്നതിന്റെ ചെളി, ആ ചെളി കൊണ്ടൊരു റൊട്ടി കഷ്ണം തിന്നാൻ കഴിയണില്ല. അങ്ങനെ നമ്മുടെ വോളണ്ടിയേഴ്സ് പ്രവർത്തിക്കാൻ നിങ്ങൾ കണ്ടില്ലേ. ഇടുക്കി ജില്ലയിലെ ഉപ്പുതുറയിൽ നിന്ന് പ്രിയപ്പെട്ട സജിന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാണ്, എന്റെ ഭാര്യ ഭാവന 4 വയസ്സായ കുഞ്ഞിന്റെ അമ്മയാണ്, 4.5 മാസമായ മറ്റൊരു കുഞ്ഞിന്റെ അമ്മയാണ്. ഈ 4 വയസ്സും 4.5 മാസവും മാത്രം പ്രായമായ
ഈ രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയായ ഭാവന തന്റെ ഭർത്താവായ സജിനോട് പറയാണ്, വയനാട്ടിലെ പ്രിയപ്പെട്ട നമ്മുടെ കുഞ്ഞുമക്കള് അമ്മയില്ലാതെ അച്ഛനില്ലാതെ ഉമ്മയില്ലാതെ ഉപ്പയില്ലാതെ ഒറ്റക്ക് കഴിയുന്നുണ്ടെങ്കിൽ, മുലകുടി പ്രായത്തിലുള്ള മക്കളാണെങ്കിൽ ആ മക്കൾക്ക് എന്റെ മാറിടം ചുരത്തുന്ന അമ്മിഞ്ഞ കൊടുക്കാൻ, എന്റെ മുലക്കണ്ണികൾ ആ കുഞ്ഞു മക്കളുടെ ചുണ്ടിലേക്ക് നീട്ടിവെക്കാൻ ജാതിയും മതവും തറവാടും ലിംഗവും നോക്കാതെ ഞാൻ സന്നദ്ധയാണ്. ഇത് ഭാവന പറയുമ്പോ സജിത്ത് വേഗം വന്നിട്ട് ഫേസ്ബുക്ക് എടുക്കുന്നു, പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും മുലകുടി പ്രായത്തിലുള്ള മക്കളുണ്ടെങ്കിൽ, അവർക്ക് അമ്മമാരില്ലെങ്കിൽ അവർക്ക് മുല കൊടുക്കാൻ എന്റെ ഭാര്യ തയ്യാറാണ്, ബന്ധപ്പെടണം എന്ന് പറയാൻ. വയനാട്ടിൽ നിന്ന് കോള് വരികയാണ്. ഇന്നലെ പ്രിയപ്പെട്ട സജിനും അതുപോലെ തന്നെ ഭാര്യ ഭാവനയും ഈ രണ്ട് മക്കളെയും കൂട്ടിയിട്ട് ഒരു പിക്കപ്പ് വാനില്, ഒരു കൊട്ട ജീപ്പില് നമ്മുടെ ഈ നാഷണൽ ഹൈവേയിലൂടെ വണ്ടി ഓടിച്ചിട്ട് ഈ പ്രതികൂല കാലാവസ്ഥയോട് മല്ലിട്ടിട്ട് വയനാടിന്റെ ചുരമടക്കുകൾക്ക് മുകളിലേക്ക് കയറിപ്പോയത് അമ്മിഞ്ഞ ചുരത്തുന്ന മാറിടം അനാഥ മക്കളുടെ ചുണ്ടിലേക്ക് നീട്ടിവെക്കാനാണ്. എന്നാ നിങ്ങൾക്കറിയോ, ഇതുപോലെയുള്ള കുറെ ആളുകളുണ്ട്. അംബിക എസ് നായർ എന്ന് പറയുന്ന ഒരു വർഗീയവാദിനി, ഒരു സംഖ്യനി, അവർ പറഞ്ഞെന്താണ്, ഈ പെറ്റുകൂട്ടിയതിന് പ്രകൃതി കൊടുത്ത മറുപടിയാണിത്. ഈ സമയത്ത് ഇങ്ങനെയൊക്കെ ഒരു വർഗീയമായ സ്റ്റേറ്റ്മെന്റ് നടത്താൻ എങ്ങനെ സാധ്യമായി, അല്ലെ? അപ്പൊ ഈ അംബിക എസ് നായരും അതുപോലെ തന്നെ ഈ സുജിന്റെ ഭാര്യയായ ഭാവനയും രണ്ടുപേരും ഹിന്ദുക്കൾ തന്നെയാണ്. നമ്മൾ ഏത് ഹിന്ദുവിനെ ചൂസ് ചെയ്യണം എന്നുള്ളത്, ഏത് ഹിന്ദുവിനെ നമ്മൾ അഡ്രസ് ചെയ്യണം എന്നുള്ളത് മലയാളിക്കറിയാം. നാഥുറാം ഗോഡ്സെ എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തിന്റെ മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്ന വർഗീയവാദിയാണ്. ആ നാഥുറാം ഗോഡ്സെയും ഹിന്ദുവാണ്. ഈ റാം എന്ന് പറഞ്ഞിട്ട് മരിച്ചുപോയ മഹാത്മജിയും ഹിന്ദുവാണ്, അല്ലെ? ആ ഹിന്ദുത്വത്തെ കേരളീയനും ഭാരതീയനും മനസ്സിലാക്കിയ ഒരു രീതിശാസ്ത്രമുണ്ട്. ആ കണ്ണടയിലൂടെ തന്നെ മലയാളി ഇതിനെയും മനസ്സിലാക്കുള്ളൂ. എന്നിട്ട് അവര് രണ്ടുപേരും കയറിപ്പോവാൻ. എത്ര ആളുകളാണ് എന്റെ പ്രിയപ്പെട്ടവരെ അതിനെ നോക്കി നിന്നത്. നമ്മുടെ സ്നേഹങ്ങൾ ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയൂല. അമ്മ തൻ ചെഞ്ചോര നെഞ്ചിൽ ചെമ്മേ വിളങ്ങുന്ന രക്തം, മാതാവിന്റെ നെഞ്ചിടത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ചുവപ്പ് നിറമുള്ള രക്തത്തെ അമ്മിഞ്ഞത്തു അമൃതാക്കും സ്നേഹം നമ്മോട് തോന്നുന്നു രാജൻ. ആരാൻ? മലമടക്കുകൾ കഴിഞ്ഞിട്ട് ചുരമടക്കുകൾക്ക് മുകളിലൂടെ കയറിപ്പോയി അനാഥ കുഞ്ഞിന്റെ വായിലേക്ക് ആ മാറിടത്തെ വെച്ചു കൊടുത്തപ്പോ സുജിന്റെ ഭാര്യയായ ഭാവനയുടെ മാറിടത്തിലൂടെ ഇത്രകാലം ഒഴുകി പരന്ന ചുവപ്പ് നിറമുള്ള രക്തത്തെ ആരാണ് തൂവെള്ള നിറമുള്ള സ്നേഹത്തിന്റെ അമൃതാക്കി അമ്മിഞ്ഞ പാലാക്കി മാറ്റിയത്? അത് അല്ലാഹു കൊടുത്ത കാരുണ്യമാണ്. റഹ്മാനായ റഹീമായ റബ്ബ് ഒരു മനുഷ്യന്റെ കൽബിലേക്ക് ഇട്ട് കൊടുത്ത സ്നേഹമാണ്. അമ്മിഞ്ഞത്തോ അമൃതാക്കും സ്നേഹം നമ്മോട് തോന്നുന്നു രാജൻ. ആ സ്നേഹത്തെയാണ് രാജാതിരാജനായ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് രണ്ട് വശങ്ങളുണ്ട് ഇവിടെ. ദുരന്തം വന്നു, അതിനെ അംഗീകരിക്കുക. നിരീശ്വരത്വത്തിലേക്ക് കടന്നു പോകുന്ന ഒരു തലമുറയെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുക, ചേർത്ത് പിടിക്കുക. എന്താ അറിയോ, ഇവിടെയൊക്കെ ചെറിയ ഒരു കച്ചിത്തുരുമ്പ് കിട്ടുമ്പോഴേക്ക് ദൈവം എന്താ ഇങ്ങനെയെന്ന് സോഷ്യൽ മീഡിയയിലൂടെ ചോദിക്കുന്ന നമ്മളെ മക്കൾ, നമ്മുടെ പുതിയ തലമുറ. ഞാനിത് പറയുന്നത് അങ്ങനെ കുറെ ചോദ്യശരങ്ങൾ ഇന്ന് മിന്നി മറിഞ്ഞത് കൊണ്ടാണ്. പണ്ടങ്ങനെ ഇല്ലായിരുന്നു. അവിടെ പലസ്തീനിലെ കുട്ടികളെ നമ്മൾ കാണണം, പഠിക്കണം, അല്ലെ? സ്വന്തം ഉമ്മ അങ്ങനെ മരിച്ചു കിടക്കണേ കാണാൻ. ബാപ്പാന്റെ കയ്യറ്റുപോയി ഇസ്രായേലി പട്ടാളക്കാരന്റെ ബോംബർ വിമാനത്തിന്റെ അക്രമങ്ങളേറ്റിട്ട് അപ്പ ഖുർആൻ പോവുക, അപ്പ വിശുദ്ധ ഖുർആന് പാരായണം ചെയ്യുക, അപ്പ അല്ലാഹു അക്ബർ എന്ന് പറയാ, അപ്പൊ കലിമ ഉറക്കെ ചൊല്ലിക്കൊടുക്കുക. ഉമ്മ മകന് ചൊല്ലിക്കൊടുക്കുക. നോക്കുങ്ങൾ അവരുടെ ഒരു ഈമാൻ, ആ ഒരു ഈമാൻ ഉണ്ടല്ലോ. അപ്പൊ നമ്മളൊക്കെ ചിന്തിക്കണം, ഈ പരീക്ഷണത്തിൽ പോയവര് മുഴുവൻ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും. കാരണം എന്താണ്? ഒരു അപകടം സംഭവിച്ചിട്ട് മുങ്ങലാകട്ടെ, പ്രകൃതി ദുരന്താകട്ടെ, ആ ദുരന്തത്തിന്റെ പേരിൽ ജീവഹാനി സംഭവിച്ചവർക്ക് യുദ്ധം ചെയ്യാതെ അല്ലാഹു ഷഹീദിന്റെ കൂലി കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് മരിച്ചവരെ നിങ്ങൾ സന്തോഷിക്കുക, നിങ്ങൾക്ക് സന്തോഷമാണ്. അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്നതു ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ. അല്ലേ? ഓരോ ശരീരത്തോടും നമ്മൾ ആ ശരീരത്തെ നോക്കി പറയും, നിന്റെ റബ്ബിന്റെ അടുക്കലേക്ക് വളരെ ഹാപ്പി ആയിട്ട് നീ പോയിക്കോ. ഈ ഭൂമിയുടെ മുകളിൽ ഭാരങ്ങളായി അവശേഷിക്കുന്ന ഞങ്ങൾക്കല്ലേ ടെൻഷൻ ഉള്ളത്? നമ്മുടെ ആക്കിബത്ത് എങ്ങനെയാണ്?
ഞാൻ ചോദിക്കട്ടെ, അള്ളാഹു ആകുന്ന റബ്ബിന്റെ തൗഹീദിൽ വിശ്വസിക്കുന്ന ഇലാഹിനെ ഉൾക്കൊള്ളുന്ന ഒരു മനുഷ്യനാണ് ആ മരിച്ചുപോയതെങ്കിൽ ഞാൻ പള്ളിയുടെ അകത്തായി പറയുന്നത്. അല്ലാത്ത ആളുകൾക്ക് മുഴുവൻ അള്ളാഹു നിത്യശാന്തി കൊടുക്കട്ടെ, അവരുടെ ബന്ധുക്കൾക്ക് വിധിയിൽ വിശ്വസിക്കാനുള്ള ക്ഷമയും കൊടുക്കട്ടെ. ഒരു ഇസ്ലാമികമായ വീക്ഷണത്തോടെ നമ്മളൊന്ന് ചിന്തിച്ചോക്ക്. ദുനിയാവല്ലേ ഇത്? നമ്മളും പോകേണ്ട ആൾക്കാരല്ലേ, നമ്മളും പോകേണ്ട ആൾക്കാരല്ലേ. അപ്പൊ ഇവിടെ വിധിയെ പഠിക്കുന്നത് ഒരിക്കലും ശാസ്ത്രീയല്ല, അത് അൺസയന്റിഫിക് ആണ്. വിഹിതമുണ്ട്, അവിഹിതമുണ്ട്, അൺസയന്റിഫിക്. ഇവിടെ സംഭവിച്ചു. മാധവ് ഗാഡ്ഗിൽ അടുക്കുള്ള ആളുകള് ഇവിടെ ഈ പ്രകൃതിയുടെ പരിസ്ഥിതി ലോല പ്രദേശം അല്ലെ, ലോല പരിസ്ഥിതി പ്രദേശമായിട്ട് കസ്തൂരിരംഗൻ റിപ്പോർട്ട് വന്നിട്ടുണ്ട്, മാധവ് ഗാഡ്ഗിലിന്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഇത് മുഴുവൻ നമ്മുടെ മുമ്പിലുണ്ട്. അത് സുതരാം സുവ്യക്തമായിട്ടുണ്ട്. അത് ലോല പ്രദേശമാണ് എന്ന് പറഞ്ഞാല് അവിടെ ഈ ലാൻഡ് സ്ലൈഡിങ്ങിന് അവിടുത്തെ സോയില് വേറുള്ള സ്ഥലത്തെ സോയിലിന്റെ മാതിരിയല്ല. ഈ സോയിൽ ടെസ്റ്റ് ഒക്കെ അവിടെ നടത്തിയതാണ്. എന്നിട്ട് അവര് തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അൺസയന്റിഫിക് മാനുഫാക്ചറിങ് ആൻഡ് മൈനിങ് ഓൺ ദി ഹിൽസ് ഓഫ് മുണ്ടക്കൈ ആൻഡ് ചുരൽമഴ. ഇതാണ് അതിന്റെ ഒരു പ്രധാനമായിരിക്കുന്ന ഒരു കോസായിട്ട് കാണിക്കപ്പെടുന്നത്. അപ്പം ലോല പ്രദേശങ്ങളായിട്ട് കാണാനുള്ള ഒരു പാരിസ്ഥിതിക മുഖം വിശ്വാസികളായ നമുക്കൊക്കെ ഉണ്ടാകണം. പരിസ്ഥിതി ഏറ്റവും കൂടുതൽ അഡ്രസ് ചെയ്തൊരു മതവും പ്രത്യയശാസ്ത്രവും നമ്മളെ കയ്യിലുള്ളതാണ്. നമ്മളെ ഹോളി ഖുർആനാണ് എല്ലാ മതക്കാർക്കും പരിസ്ഥിതിയെ പറ്റി പറഞ്ഞു കൊടുത്തത്. എങ്ങനെ മഴ പെയ്തു, ആ മഴയെ എങ്ങനെ ഭൂമി സ്വാംശീകരിക്കുന്നു, അല്ലെ? അപ്പോ ഈ ജോഗ്രഫിക്കലായിട്ട് ഇതിനെ പഠിച്ച ശാസ്ത്രീയ മേഖലയിലെ അതിനിപുണരായ അതികായരായ ആളുകൾ വരെ ഈ വിഷയത്തെ ഇങ്ങനെ നമ്മളെ മുമ്പിൽ പരിചയപ്പെടുത്തി തരുമ്പോ അതിനെ ക്ഷമയോടുകൂടെ കേൾക്കാനും അതിന് ആവശ്യമായ പ്രിക്കോഷൻസ് എടുക്കാനും നമ്മളൊക്കെ ജാഗരൂകരാകണം, നമ്മൾ ശ്രദ്ധിക്കണം. ആ ശ്രദ്ധ കൂടി ഇത്തരം കാര്യങ്ങളിൽ അനിവാര്യമാണ്. ഇനി ഒരുപാട് ലോല പ്രദേശങ്ങളുണ്ട്. ഇപ്പൊ വളരെ കണ്ടിന്യൂസ് ആയിട്ട് 4-5 ദിവസങ്ങളിലായിട്ട് വളരെ ഹെവി റെയിൻ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലായിടത്തും നമ്മളെ ഒരു കരുതൽ നമുക്ക് അനിവാര്യമാണ്. ബാക്കിയെല്ലാം അല്ലാഹുവിന്റെ ഖളാഅാണ്, റബ്ബിന്റെ ഖളാഅാണ്. അവൻ ഉദ്ദേശിച്ചതും അവൻ ഖളാഇൽ എഴുതി വെച്ചതുമാണ് ഇവിടെ നടക്കുക. എന്നാലും നമ്മൾ ചെയ്യേണ്ട ചില മുൻകരുതലുകളും നടപടികളും ഒക്കെ തന്നെ ഉണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ. ഇന്ന് നമ്മള് വയനാടിനെ ചേർത്ത് പിടിക്കുകയാണ്. സാധാരണ വളാഞ്ചേരി മഹല്ല് ഏത് കാര്യം വരുമ്പോഴും ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് ഇടപെടാൻ പറ്റുന്ന രീതിയിൽ ഇടപെടുന്ന ഒരു മഹല്ല് സംവിധാനം തന്നെയാണ് നമ്മുടേത്. ഇവിടെ വളാഞ്ചേരിക്കാര് മാത്രമല്ല, പരിസര പ്രദേശത്തുള്ളവർ, വ്യാപാരികൾ, അതുപോലെ തന്നെ കച്ചവടക്കാര്, യാത്രക്കാര് എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു മാസ് കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ ഈ ആളുകള്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വയനാടിന് ഞാൻ മുണ്ടക്കൈയിലെ നമ്മുടെ ഈ ആളുകളൊക്കെ തന്നെ മറമാടിയ മഹല്ല് കമ്മിറ്റിയായിട്ട് ഇന്നലെയും ബന്ധപ്പെട്ടതാണ്. അവിടെ നമ്മളെ കളക്ഷൻ സെന്റർ തുറന്നിട്ടുണ്ട്. ഇപ്പോ അവിടെ ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരിൽ നിന്ന് കിട്ടിയ വിവരം, ഭക്ഷണ സാധനങ്ങളൊന്നും ഇപ്പൊ അടിയന്തരമായിട്ട് ആവശ്യമില്ല. നമ്മൾ ഈ ഒരു ഷോക്കിന്റെ പുറത്ത് നമുക്കൊക്കെ എന്തെങ്കിലും ചെയ്യണം. എത്ര ചെറുപ്പക്കാരെ വീട്ടിൽ നിന്നിട്ട് ഇരിപ്പ് കിട്ടാത്ത ചെറുപ്പക്കാര് ഓടിപ്പോയവരുണ്ട്, ഇതുവരെ തിരിച്ചു വരാത്തവരുണ്ട്, നമ്മളെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരുണ്ട്. എന്തേ? അതൊരു മനസ്സാക്ഷി കുത്താണ്. അവരങ്ങനെ ആകുമ്പോ നോക്ക് നിങ്ങൾ, 1600ഓളം ആളുകൾ ഇന്ത്യൻ സൈന്യം വന്നിട്ട് കണ്ണൂർ എയർപോർട്ടില് ഇന്ത്യയുടെ വിമാനം കൊണ്ടുവന്നിട്ട് ബെയിലി പാലത്തിന്റെ എക്യുപ്മെന്റ്സ് മുഴുവൻ കൊണ്ടുവരുമ്പോ നമ്മുടെ പ്രിയപ്പെട്ട മലയാളികളായിരിക്കുന്ന സന്നദ്ധ സേനാ വിഭാഗങ്ങള്, ആളുകള്, അരക്കെട്ടുറപ്പിച്ച പടച്ചട്ടയണിഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാര് ഇന്ത്യൻ ആർമിയുടെ കൂടെ ബെയിലി പാലം നിർമ്മിക്കാനുള്ള സ്ക്രൂ മുറുക്കാനും അതിന്റെ സാധനങ്ങൾ കൊണ്ടുപോയി കൊടുക്കാനും, അല്ലെ, എണ്ണയിട്ട യന്ത്രങ്ങളെ പോലെ രാവും പകലും ഇല്ലാതെ അവര് പ്രവർത്തിക്കാണ്. ആർമി ചോദിച്ചു, ഇതെന്ത് മനുഷ്യന്മാരാണ്, ഇതെന്ത് മനുഷ്യന്മാരാണ്? ഞാൻ പറയുന്നു, ഒരു അർജുൻ കർണാടകയിലെ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം, ഗംഗാവാലി നദിയുടെ പരിസരത്ത് പർവ്വതം ഇടിഞ്ഞിട്ട് അർജുന്റെ തിരോധാനം സംഭവിച്ചിട്ട് മിനിസ്റ്റർക്ക് ഫോൺ വരികയാണ്, ചീഫ് സെക്രട്ടറിക്ക് ഫോൺ വരികയാണ്, ചീഫ് മിനിസ്റ്റർക്ക് ഫോൺ വരികയാണ്. ആർക്കും സ്വൈര്യമില്ല. അവസാനം അവിടുത്തെ മാധ്യമ പ്രവർത്തകരും മന്ത്രിമാരും വന്ന് ചോദിച്ചു, ഹു ഈസ് അർജുൻ? ആരാണ് ഇദ്ദേഹം? പൊളിറ്റീഷ്യൻ ആണോ? ഇദ്ദേഹം വലിയ ഫാമിലിയുടെ ആളാണോ? അരിസ്റ്റോക്രാറ്റിക് മെമ്പർ ആണോ? മാധ്യമങ്ങൾ മറുപടി പറഞ്ഞു, അയാളൊരു മലയാളിയാണ്. നമുക്ക് ഇങ്ങനെ കൈമാറ്റം വന്ന് കിട്ടിയ ഈ പ്രബുദ്ധതയെ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യണം? കാത്തു സൂക്ഷിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ. ഈ പ്രബുദ്ധത കൊണ്ടാണ് നമുക്കൊക്കെ മരിക്കാൻ പോലും പലർക്കും ഭയമില്ലാത്തത്, അസുഖമാകാൻ പോലും പലർക്കും ഭയമില്ലാത്തത്.
ഈ പ്രബുദ്ധ ബോധം കൊണ്ടാണ്. ഉത്തരേന്ത്യക്ക് ഇല്ലാതെ പോയതും അത് തന്നെയാണ്. 10 വയസ്സുള്ള മകളുടെ മൃതദേഹം ആശുപത്രിയിൽ നിന്ന് തലയിൽ ചുമന്നു പോകുന്ന പ്രിയപ്പെട്ട പിതാവ് നോവും നൊമ്പരവും ഒന്നും അറിയാതെ നിർവികാരനായി കണ്ണീരും കൈലേസുമില്ലാതെ മാധ്യമങ്ങളോട് മറുപടി പറയുന്ന ഉത്തരേന്ത്യ, എന്തേ നിങ്ങൾ കരയാത്തത് എന്ന് ചോദിക്കുമ്പോഴും അയാൾ ചിരിക്കും. കാരണം എന്താണ്? അയാളുടെ ഉള്ളിലേക്ക് വിദ്യാഭ്യാസത്തിലൂടെ ഒരു കരുണ പെയ്ത ചരിത്രമില്ല. ഒരു കുട്ടി മരിച്ചാൽ മരിച്ചു, അയാൾ അടുത്ത ജോലി സ്ഥലത്തേക്ക് പോവാൻ, അയാൾ ഫാമിങ്ങിന് പോവാൻ, അയാൾക്ക് ദുഃഖാചരണങ്ങളില്ല. നമ്മൾ അങ്ങനെ ശീലിച്ച ആളുകളല്ല. ആരുടെ മക്കളായാലും മതവും ജാതിയും ഒന്നും നോക്കാതെ ഇറങ്ങിപ്പുറപ്പെടുന്ന ഒരു ശൈലിയാണ് നമ്മുടെ ശൈലി. വ്യാപാരികൾ എടുത്തു കൊടുത്തില്ലേ? എവിടെ പോയി? ഫ്ലിപ്കാർട്ടും ആമസോണും ഒക്കെ ഈ ഓൺലൈൻ വൻകിട മാർക്കറ്റുകളൊക്കെ എവിടെ പോയി അല്ലേ? അപ്പോഴും പുത്തുമലയിലേക്കും കവളപ്പാറയിലേക്കും മുണ്ടക്കയിലേക്കും ചൂരൽമലയിലേക്കും ഒക്കെ കട തുറന്നിട്ട് വസ്ത്രങ്ങൾ കൊടുക്കാൻ, ഭക്ഷണങ്ങൾ കൊടുക്കാൻ, ഓടിപ്പോകാൻ, പണം കൊടുക്കാൻ നമ്മുടെ നാട്ടിലെ ചെറുകിട വ്യാപാരികളാണ് തയ്യാറായത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നാടോർമ്മ എപ്പോഴും നമുക്ക് അനിവാര്യമാണ്. ഒരു പ്രാദേശികമായിരിക്കുന്ന പ്രബുദ്ധത ഏത് കാര്യങ്ങളിലും നമ്മുടെ ഈ വിഷയങ്ങളിലൊക്കെ ഉണ്ടാകണം. ഒരു കച്ചവടം നടത്തുമ്പോ, ഒരു ക്രയവിക്രയം ചെയ്യുമ്പോ, നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട ഒരു പണി നടക്കുമ്പോ നമ്മുടെ പ്രാദേശികമായിരിക്കുന്ന കച്ചവടക്കാർക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുക. കാരണം എന്താണ്? അവര് തിരിച്ച് നമ്മളെ ചേർത്ത് പിടിക്കേണ്ട ആളുകളാണ്. അതിനെ പിന്നെ ഒരു ഓൺലൈൻ അപ്പോസ്തലന്മാര് ആകാശത്ത് നിന്ന് കയറ് കെട്ടി ഇറക്കപ്പെടുകയില്ല എന്നൊരു വിശ്വാസം പല കാര്യങ്ങളിലും നമ്മൾ വെച്ചു പുലർത്തല് അനിവാര്യതയാണ്. ഈ കൊള്ളക്കൊടുക്കലുണ്ടല്ലോ അല്ലെ, നമുക്ക് അവർക്ക് എന്തെങ്കിലും പറ്റുമ്പോ അവര് തിരിച്ചയക്കണത്, അവര് നമ്മളെ സഹായിക്കണത്, ഇതൊക്കെ ഒരു തരത്തിലുള്ള സ്നേഹത്തിന്റെ നൂൽപാല ബന്ധമാണ്. ഒരു ബെയിലി പാലം പോലെയുള്ള ഒരു തരത്തിലുള്ള ബലിഷ്ഠമായ പാലം തന്നെയാണ് ഇതൊക്കെ. ആ നൂൽപാലങ്ങളെ തകർക്കാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? ആ പ്രബുദ്ധതയോടെ മുന്നോട്ട് പോകണം. അപ്പൊ നമ്മൾ ദുആ ചെയ്യുന്നു. ഒരുപാട് ആളുകൾ, 208 ആളുകളുടെ മയ്യത്തുകളുടെ ലിസ്റ്റ് നമുക്ക് കിട്ടി. വയനാട്ടിലേത് മാത്രം ഈ ദുരന്തത്തിൽ മരിച്ചുപോയത് എന്ന് സ്ഥിരീകരിക്കപ്പെട്ട മുസ്ലിംകളുടെ 208 ആളുകളുടെ പേര് സഹിതമുള്ള ലിസ്റ്റ് നമുക്ക് കിട്ടി. നമ്മൾ എന്ത് ചെയ്യണം? ജുമാ കഴിഞ്ഞിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ജനാസ സംസ്കരിക്കുമ്പോ ഒരു തക്ബീർ, 4 തക്ബീറിന്റെ ഒരു 2 മിനിറ്റേ നമുക്ക് ആവശ്യമുള്ളൂ. പക്ഷെ എത്ര ആളുകളുടെ നിസ്കാരമാണ് ആ സാധുക്കൾക്ക് കിട്ടണത് അല്ലെ? അവരവരുടെ ബർസഖിയായ ലോകത്തെ ആസ്വദിക്കുന്ന നമ്മുടെ ഈ നിസ്കാരത്തിന്റെ ഒരു പ്രതിഫലം അതൊക്കെ മക്കത്തെ ഹറമിലും മദീനത്തെ ഹറമിലും കണ്ട് നമ്മൾ പഠിക്കണം. നോക്കൂ നിങ്ങൾ, അവിടുത്തെ നിസ്കാരത്തിന്റെ തിരക്ക് കഴിഞ്ഞ് ഫ്ലാറ്റിലേക്ക്, ഹോട്ടലിലേക്ക്, വില്ലകളിലേക്ക് അല്ലെങ്കിൽ താമസ സ്ഥലങ്ങളിലേക്ക് ഓടിപ്പോക, ചെരുപ്പെടുത്തിട്ട് ഓടിപ്പോകണതിന്റെ ഇടയിൽ അസ്സലാത്തു അലൽ അംവാത് എന്ന് മക്കത്തെ ഇമാം അല്ലെങ്കിൽ മദീനത്തെ ഇമാമ് പറയുമ്പോ ആ ചെരുപ്പിന്റെ കവർ അവിടെ വെച്ചിട്ട് ഈ സ്വപ്പിന്റെ കൂടെ തക്ബീർ കെട്ടുന്ന വിദേശികളെയും സ്വദേശികളെയും മക്കകളിൽ നിന്നും ഹറമികളിൽ നിന്ന് നമ്മൾ തിരിച്ചറിയണം, നമ്മൾ പഠിക്കണം. അപ്പൊ എന്ത് ചെയ്യാറിയോ? മയ്യത്ത് നിസ്കാരം എന്നുള്ളതൊക്കെ നാളെ എന്റെ പേര് ഇവിടെ മുഴക്കപ്പെടുമല്ലോ. നാളെ നമ്മളൊക്കെ പേരിലുള്ള ഒരു കത്ത് വാട്സപ്പിൽ ഇങ്ങനെ കേറി മറിയല്ലോ, ഓരോ പള്ളി മിഹ്റാബുകളിലും എത്തുമല്ലോ. ആ പള്ളിയുടെ ജീവനക്കാരുടെ കയ്യിൽ ആരെങ്കിലും സോഫ്റ്റ് കോപ്പി ആയിട്ടോ ഹാർഡ് കോപ്പി ആയിട്ടോ കൊടുക്കുമല്ലോ അല്ലേ? അന്ന് നമ്മൾ ഖബറിലാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കവിത, പള്ളിക്കാടിനടുത്താണ് എന്റെ വീട്, ദിവസവും പല ഖബറുകൾ അവിടേക്ക് വിരുന്ന് വരും. വൃദ്ധന്റേത്, കുട്ടികളുടേത്, സ്ത്രീകളുടേത്, പുരുഷന്റേത്, മുതലാളിയുടേത്, തൊഴിലാളിയുടേത്, പണ്ഡിതന്റേത്, പാമരന്റേത്. ഒരു ദിവസം അവിടേക്കൊരു ഖബർ വിരുന്ന് വന്നു. പക്ഷേ ആ ഖബറു കാണാൻ ഞാൻ മാത്രമില്ലായിരുന്നു. അപ്പൊ ആരാന്ന് മരിച്ചത്? ഈ കവിത എഴുതിയ ആളാണ് അന്ന് മരിച്ചത്. അങ്ങനെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഓരോ മയ്യത്ത് നിസ്കാരത്തിനുള്ള ലെറ്ററും ഓരോരുത്തരുടെ പേരിലാണെങ്കിൽ നമ്മളെ പേര് പ്രിന്റ് ചെയ്തിട്ടൊരു ലെറ്റർ പബ്ലിഷ് ചെയ്യപ്പെടുന്നുള്ള ഒരു ബോധാണ് അലൽ അംവാത്, അസ്സലാത്തു അലൽ അംവാത്. അപ്പൊ നമ്മൾ നിയ്യത്ത് വെച്ചാൽ മതി. നിസ്കാരം, മയ്യത്ത് നിസ്കാരത്തിന്റെ സിഹത്ത് സംഭവിക്കുന്ന ഇമാം സാഹിബ് നിയ്യത്താക്കിയ ഏതൊക്കെ അംവാത്ത് ഉണ്ടോ, അംവാത്തുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, പഠിച്ചോനെ മുസ്ലിം സ്ത്രീകളും പുരുഷന്മാരും ആകുന്ന ഏതൊക്കെ മയ്യത്തുകളുണ്ടോ അവരെ പേരിലൊക്കെ ഞങ്ങളും ഈ നിസ്കാരം നിയ്യത്താക്കി എന്ന് പറഞ്ഞ് നമ്മൾ തക്ബീർ കെട്ടേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ട ശിഹാബ് ഫൈസി അടക്കമുള്ള ആളുകൾ അല്ലെ, പ്രിയപ്പെട്ടവരെ, മുണ്ടക്കൈ പള്ളിയിലെ ഇമാമാണ്. കഴിഞ്ഞ വർഷം ഞാൻ നേരിട്ട് കണ്ട് എന്റെ പരിപാടിയിൽ ഒന്നിച്ചുണ്ടായിരുന്ന ഒരു മനുഷ്യരാണ് പ്രിയപ്പെട്ട ശിഹാബ് ഫൈസി. പ്രിയപ്പെട്ടവരെ, മക്കളെ പഠിപ്പിക്കുന്നു, വളരെ ആത്മാർത്ഥമായിട്ട് ആ നാട്ടിൽ ഇടപെടുന്ന ആ നാട്ടുകാരനല്ലാത്ത പ്രിയപ്പെട്ട ഉസ്താദ് നമ്മളിൽ നിന്ന് വിട പറഞ്ഞു. 36 വയസ്സേ ഉള്ളൂ. 36 വയസ്സ്. പല മൃതദേഹങ്ങളും ഇങ്ങനെ ഒഴുകിപ്പരന്നപ്പോ പള്ളിയുടെ അകത്ത് തന്നെയുണ്ട് ബഹുമാന്യനായ ഉസ്താദിന്റെ ജനാസ കിടക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ,
എത്രയാളുകൾ, എത്ര മക്കള്, എത്ര കുഞ്ഞുമക്കള്, എത്ര കുടുംബിനികള് ഓർത്തിട്ടും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണില്ല. പിന്നെ നമ്മളൊക്കെ ഇതിനെ ഉൾക്കൊള്ളുന്നത് പഠിച്ചോനെ പരലോകത്തേക്ക് നമുക്കൊക്കെ ഒരു യാത്ര ഉണ്ടല്ലോ, ആ ഈമാന്റെ ഉറപ്പമല് മാത്രമേ ഇതിനെ നമുക്കൊന്ന് ബിലീവ് ചെയ്യാൻ കഴിയുള്ളൂ എന്റെ പ്രിയപ്പെട്ടവരെ. അപ്പൊ എന്ത് ചെയ്യാ, ആ ഒരു അസ്ഥിവാരം, ആ ഒരു വിശ്വാസധാര നമ്മുടെ കൽബുകളിലേക്ക് നമ്മൾ ഇങ്ങനെ പ്രസരിപ്പിച്ചിട്ട് അള്ളാഹു ഇത് കാണിച്ചു തരാൻ ഓരോ ഭാഗങ്ങളിലും. അല്ലെ, ഹെയ്ത്തില്, ആഫ്രിക്കയിലെ ഹെയ്ത്തിലുണ്ടായ ഭൂകമ്പത്തില് 2010 തോന്നുന്നു, അല്ലെ, 3 ലക്ഷം ആളുകളല്ലേ മരിച്ചുപോയത്. 2004 ഇന്തോനേഷ്യയിലെ സുമാത്രയില് സുനാമി തുടങ്ങിയത്. ഇന്തോനേഷ്യയുടെ സുമാത്രയിൽ മാത്രം ആ കടപ്പുറത്ത് 1 ലക്ഷം മയ്യത്തുകൾ ഉണ്ടായിരുന്നു. മയ്യത്ത് മറമാടാൻ കഴിയാതെ 4-ാമത്തെ 5-ാമത്തെ ദിവസമൊക്കെ BBC ന്യൂസിന്റെ ഒക്കെ മാധ്യമ പ്രവർത്തകർ വരുമ്പോ കഴുകന്മാര് ഈ മയ്യത്തുകൾ അങ്ങനെ കൊത്തി വലിച്ച് കടലിലേക്ക് പാറിപ്പോകുന്ന രംഗാണ് മാധ്യമ പ്രവർത്തകർക്ക് കാണാൻ കഴിഞ്ഞത്. എത്രയാ മയ്യത്തുകളുടെ എണ്ണം? 5000 കിലോമീറ്ററാണ് ആ തിരമാല അതിന്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് വീശിയടിച്ചത്. 5000 കിലോമീറ്റർ ഇവിടുന്ന് ഗൾഫ് കൺട്രിക്കുള്ള ദൂരം ഒന്ന് പിടിച്ചോക്ക് എന്റെ പ്രിയപ്പെട്ടവരെ. അതിന്റെ ലൊക്കേഷൻ നമ്മളൊന്ന് അടിച്ചോക്ക് എന്റെ പ്രിയപ്പെട്ടവരെ. സുമാത്രയിൽ നിന്ന് തുടങ്ങിയ 9.1 റെക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയ കടലിലെ ഭൂകമ്പം, കടലിന്റെ അകത്താണ് ആ ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. അവിടെ നിന്ന് തുടങ്ങിയ തിരമാല 5000 കിലോമീറ്റർ വരെ വീശിയടിച്ചു. എവിടേക്ക് എത്തി? ഇന്ത്യയിലെത്തി. നമ്മുടെ തമിഴ്നാട് രാമപുരത്ത് നഷ്ടമുണ്ടായില്ലേ, തിരുവനന്തപുരത്ത് നഷ്ടമുണ്ടായില്ലേ, നമ്മുടെ കടലുകളൊക്കെ കേറി വന്നില്ലേ. എവിടെ തുടങ്ങിയത്? അല്ലെ, അതുപോലെ തന്നെ തായ്ലൻഡിലുണ്ടായില്ലേ, ശ്രീലങ്കയിലുണ്ടായില്ലേ, മലേഷ്യയിലുണ്ടായില്ലേ, അതുപോലെ സോമാലിയയിലുണ്ടായില്ലേ, ഈ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായി. എന്തേ? ഇതിന്റെ ഒക്കെ ഒരു പിടുത്തം റബ്ബിന്റെ കയ്യിലാണ്. പരിശുദ്ധ റസൂൽ മക്കക്കാരോട് പറഞ്ഞു കൊടുക്കാൻ, ഒരൊറ്റ രാത്രിയും ഇവിടെ കടന്നു പോകുന്നില്ല. കടല് അതിന്റെ മാറിടം ഒന്ന് 3 വട്ടം ഉയർത്തുമത്രേ ഓരോ രാത്രിയിലും കടല് അതിന്റെ മാറ് 3 വട്ടം ഒന്ന് പൊന്തിച്ചും. എന്നിട്ട് എന്തിനാണ് കടലെ നീ ഇങ്ങനെ കലിതുള്ളുന്നത് എന്ന് റബ്ബ് ചോദിക്കുമ്പോ, ആദം സന്തതികളിൽ തെറ്റ് ചെയ്ത കുറെ എണ്ണുണ്ട്, അവരൊന്ന് നക്കി തുടക്കാനാണ്. ഞാൻ എന്റെ തെരമാല കുട്ടികളെ പറഞ്ഞേക്കാണ്. അത് കേട്ട് അല്ലാഹു അതിനെ തടയുമത്രേ. അടങ്ങ് കടലേ എന്ന് പറഞ്ഞ് അല്ലാഹു അതിനെ തടഞ്ഞു നിർത്തുമത്രേ ഓരോ രാത്രിയിലും. അവന്റെ കരുണ കൊണ്ട് അള്ളാഹു തടഞ്ഞു നിർത്തുമത്രേ. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു അവന്റെ കരുണ കൊണ്ട് തടഞ്ഞു നിർത്തുകയാണ്. അപ്പൊ ചില സ്ഥലത്തൊക്കെ ഒന്ന് ലൂസാക്കി വിടുന്നുണ്ടെങ്കിൽ അത് ഒരു തരത്തിലുള്ള ഇൻഡിക്കേഷൻ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഇത് ദുനിയാവാണ്, അന്തസ്സുള്ളൊരു ദുനിയാവ്, ആർക്കാണിവിടെ സ്ഥിരവാഴ്വ്, അവധിയടുത്തു കഴിഞ്ഞാൽ പിന്നെ 6 അടി മണ്ണിൽ ഒരു വീട്, അന്തസ്സുള്ളൊരു ദുനിയാവ്. നിങ്ങൾ എന്തിനാ തറവാടാക്കി തന്നത്? നിങ്ങൾ എന്തിനാ ആ നാട്ടുകാര് ഈ നാട്ടുകാര്, ആ ഗോത്രം ഈ ഗോത്രം, ആ ഉൽപ്പം ഈ മേൽവിലാസം ഒക്കെ നിങ്ങൾക്ക് തന്നത് നിങ്ങൾക്കൊന്ന് തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. ഇതൊക്കെ കഴിയും. അവധി അടുത്ത് കഴിഞ്ഞാൽ പിന്നെ 6 അടി മണ്ണിൽ ഒരു വീട്. ആ വീടിന് രജിസ്ട്രേഷൻ നടപടികളില്ല, ആ വീടിന് എഞ്ചിനീയറെ കാണണ്ട, ആ വീടിന്റെ ഭൂമി റിസർവ് ചെയ്യണ്ട, ആരെങ്കിലും കൊണ്ടുപോയി നമ്മളെ മറവ് ചെയ്യും. ചില ആളുകൾക്ക് ഒറ്റ വീട്ടിൽ തന്നെ ആയിരിക്കും കുഴിമാടം. 30 മയ്യത്തുകളാണ് മുണ്ടക്കൈയുടെ പരിസരത്ത് ഇന്നലെ ഒറ്റക്കുഴിയിൽ മറവ് ചെയ്തത്. അതിൽ കൈയുണ്ട്, അതിൽ കാലുണ്ട്, അതിൽ ശിരച്ഛേദം നടത്തപ്പെട്ട, ഗളച്ഛേദം നടത്തപ്പെട്ട ശരീരങ്ങളുണ്ട്. നമുക്കൊരുപാട് പാഠമുണ്ട്. നമ്മൾ സ്വയം ചെറുതാവാനും അള്ളാഹു വലുതാകാനുള്ള അവസരമാണ്. അല്ലാതെ അള്ളാഹിനെ തള്ളിപ്പറയാന്, യുക്തിവാദത്തിലേക്ക് പോകാന്, നിരീശ്വരത്വത്തിലേക്ക് പോകാന് ഉള്ള അവസരമല്ല. അങ്ങനെ ഫേസ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തൽ ഇപ്പൊ നമ്മളെ ബാധ്യതയാണ്. അത് ഞാൻ ഊന്നിപ്പറയാം. കാരണം എന്താ അറിയോ, ആ അലയൊലികൾ ഇപ്പൊ പല ഭാഗത്തുനിന്നും തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ മക്കള് പഴയ മക്കളല്ല. അതുകൊണ്ട് ഈമാൻ ഫസാദായി പോകരുത്. ഇതൊക്കെ ഈമാനിന് തെറിക്കുക എന്നുള്ളതും അന്ത്യനാളിന്റെ ഒരു അടയാളാണല്ലോ. നമ്മളെ കുട്ടികളെ ഇതിൽ പെടരുത്. ഞാൻ വളരെ സ്നേഹത്തോടു കൂടെ പറയാണ്,
നമ്മളെ മക്കളെ ഇത് പെടരുത് എന്റെ പ്രിയപ്പെട്ടവരെ. നമ്മൾക്ക് കിട്ടിയ അതേ ഈമാൻ നമ്മളെ മക്കൾക്ക് കിട്ടണം. നമ്മുടെ വല്യപ്പ മരിച്ച ഈമാനോടുകൂടെ നാമും നമ്മുടെ മക്കളും മരിക്കണം. എന്നിട്ട് നമുക്ക് സ്വർഗം വാങ്ങണം. അവിടെ മരണമില്ലാത്ത ജീവിതം, അവിടെ വേദനയില്ലാത്ത അനുഭൂതി നമുക്കൊക്കെ ആസ്വദിക്കണം. അപ്പൊ ദുനിയാവിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, അത് ഇൻബിൽട്ടാണ്, അത് അള്ളാഹു അങ്ങനെയാണ് വെച്ചത്. ഇതിന്റെ സിയാഖൻ അങ്ങനെയാണ്, ഇതിന്റെ ഹിൽക്കത്തും ഫിത്രത്തും അങ്ങനെയാണ്. അത് മനസ്സിലാക്കിയാൽ മതി. എത്ര ശാസ്ത്രം വികസിച്ചാലും അതിൽ മാറ്റം ഉണ്ടാകില്ല. അള്ളാഹു നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് നമ്മുടെ പള്ളിയിൽ കളക്ഷൻ നടക്കുന്നുണ്ട്. നമ്മുടെ മഹല്ല് കമ്മിറ്റി തന്നെ നേരിട്ട് ഇൻഷാ അള്ളാ ഇപ്പൊ നമ്മൾ ബന്ധപ്പെട്ടു. ഒരാഴ്ച കഴിഞ്ഞതിന്റെ ശേഷം നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പൊ അവിടെ നിന്ന് തന്നെ നമുക്ക് റിപ്പോർട്ട് കിട്ടും. അതിന്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥ അർഹരും അവകാശികളും ആര് എന്നുള്ളത് കൃത്യമായിട്ട് ഇപ്പൊ അവിടെ ഭക്ഷണങ്ങളെ കൊണ്ട് എന്റെ പ്രിയപ്പെട്ട വ്യാപാരികൾ അടക്കമുള്ളവരോട് പറയാൻ, ഇനി നമ്മള് ഫ്രീലാൻസ് ആയിട്ട് പോവുകയാണെങ്കിൽ പോലും ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ നമ്മൾ കെട്ടിപ്പേറി കൊണ്ടുപോയി അത് അവിടെ എന്താ പറയാ ഉപയോഗശൂന്യമാകുന്ന ഒരു ദുരവസ്ഥ ഉണ്ടായി പോകരുത്. അതിനുവേണ്ടി കൂടി പറയാണ്. ഇന്ന് കളക്ഷൻ നടക്കുന്നുണ്ട്. പിന്നെ ഭക്ഷണ സാധനങ്ങളല്ലാത്ത മറ്റെന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ കളക്ട് ചെയ്യുകയാണെങ്കിൽ അതും ഇവിടെ നമ്മുടെ ഹിമായ സെന്ററിൽ, നമ്മുടെ ഹാഫിൽ ഹംസ മൗലവിയുടെ റൂമിൽ, ഇവിടൊക്കെ ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ അതിന്റെ കളക്ഷൻ നടക്കും. ആർക്കെങ്കിലും നേരിട്ട് കൊണ്ടുപോകാൻ പ്രയാസമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ കമ്മിറ്റിയുടെ മഹല്ലിന്റെ നേതൃത്വത്തിൽ നമ്മൾ അവിടെ എത്തിക്കുന്ന സഹായത്തില് നിങ്ങൾക്ക് ഭാഗവാക്കാവുന്നതാണ്. അത് അതിന്റെ മുറ പോലെ മാത്രമേ ചെയ്യൂ എന്ന് നിങ്ങളോട് ഞാൻ ഉറപ്പുതരാൻ. കാരണം എന്താന്ന് പറഞ്ഞാല്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്ക് 5 or 6 ദിവസത്തെ പഠനം കഴിഞ്ഞതിന്റെ ശേഷമാണ് നമ്മൾ കൊടുക്കുക. അതുകൊണ്ട് ഫുഡ് ഐറ്റംസ് ആരും ഇങ്ങോട്ട് എത്തിക്കരുത്. വസ്ത്രമോ മറ്റുള്ള സാധനങ്ങളോ ആണെങ്കിൽ അർഹരെ തേടിപ്പിടിച്ചിട്ട് നമുക്ക് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഇപ്പോ അവിടെയുണ്ട്. ഇന്ന് നമ്മുടെ പുറത്ത് ബക്കറ്റ് കളക്ഷൻ നടക്കുന്നുണ്ട്. അതും നമ്മൾ ഏറ്റവും ഉചിതമായ രീതിയിൽ അവിടുത്തെ മഹല്ല് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ മുണ്ടക്കൈ മഹല്ല് കമ്മിറ്റി ആയിട്ട് കൂടി ആലോചിച്ചിട്ട് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനാണ് തീരുമാനിച്ചത്. അക്കാര്യം കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ നിസ്കാരം കഴിഞ്ഞു പോകുന്ന ആളുകൾ, നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാര്, ഭാരവാഹികളെ ഒക്കെ തന്നെ പുറത്ത് ഫണ്ട് റൈസിംഗ് കളക്ഷൻ നടത്തും. അതിലേക്ക് നമ്മുടെ ഈ പ്രിയപ്പെട്ട ഈ ദുരിതം അനുഭവിക്കുന്ന ജനതയെ കണ്ടിട്ട് അവർക്ക് നമ്മൾ നേരിട്ട് കൊടുക്കുന്ന ഒരു സഹായം പോലെ നിങ്ങൾ കൊടുത്താൽ അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടെ ആവുന്നത്, നമുക്കാവുന്നത് നമ്മൾ ചെയ്യാം. ഇത്ര ആളുകൾ അല്ലെ, ഭൂമി കൊടുത്ത ആളുകളുണ്ട്. ഇനി അവിടെ ഇൻഷാ അള്ളാ അതൊക്കെ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരണം. ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഇന്നലെ അതിന്റെ ഒരു ഇരുന്നപ്പോ അതിൽ നിന്ന് മനസ്സിലായത്, ആൾമോസ്റ്റ് ഒരു 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഭവനരഹിതരായ ഒരു കുടുംബത്തിന് നമുക്ക് വീട് വെച്ചു കൊടുക്കാൻ പറ്റും. 946 പഞ്ചായത്തുകൾ കേരളത്തിലുണ്ട്. അതിലപ്പുറം മഹല്ല് സംവിധാനങ്ങളും കേരളത്തിലുണ്ട്. ഒരു മഹല്ല് കമ്മിറ്റിക്ക് മാത്രം കഴിയില്ലെങ്കിൽ നമ്മുടെ ഒരുപാട് മഹല്ലുകൾക്ക് കൂടി ആലോചിച്ചിട്ടും സംയുക്ത ആഭിമുഖ്യത്തിലൊക്കെ ഒരു വീട് എന്നുള്ള പദ്ധതിയെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്കവിടെ ലാൻഡ് കിട്ടാനുള്ള സംവിധാനങ്ങൾ ആലോചിക്കുകയും അവിടെ ലാൻഡിന് ഉള്ള സംവിധാനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വീടിന്റെ ആലോചിച്ചാൽ മതിയല്ലോ. ഒരു 10 ലക്ഷം രൂപക്ക് മാന്യമായ ഒരു വീട് ഒന്നുമില്ലാത്ത ഒരു കുടുംബത്തിന് വെച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ആലോചിച്ച് നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മളാൽ കഴിയുന്നത് നമ്മൾ ചെയ്യുക, അതിൽ നമ്മൾ സമാശ്വാസം കണ്ടെത്തുക, അതിന്റെ കൂലി പഠിച്ചവന്റെ ഭാഗത്ത് നമുക്ക് കിട്ടുക. ഇതൊക്കെ ഒരു മുഅ്മിനീൻ മുഅ്മിനാത്തുകൾ തമ്മിലുള്ള ഒരു ബന്ധമാണ്. ഈ ബന്ധം അല്ലാഹു സ്വർഗത്തിലും നമുക്ക് കാണിച്ചു തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിയിലെ ജീവനക്കാരനായ പ്രിയപ്പെട്ട ഖാലിദ് സാഹിബിന്റെ വീടിന്റെ കുടിയിരിക്കൽ ചടങ്ങ് നാളെ നടക്കുകയാണ്. അള്ളാഹു ഖൈറും ബറക്കത്തും അതിൽ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ വയനാട് ദുരന്തത്തിൽ അടക്കമുള്ള ഒരുപാട് സ്ഥലങ്ങളിലെ ശിഹാബ് ഫൈലി ഉസ്താദ് അടക്കമുള്ള മുഴുവൻ ആളുകൾക്കും റബ്ബ് തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വളാഞ്ചേരിയിൽ കച്ചവടം ചെയ്യുന്ന ഹസൻ എന്ന് പറയുന്ന സഹോദരൻ ആക്സിഡന്റ് ആയി ഹോസ്പിറ്റലിലാണ്. അദ്ദേഹത്തിന്റെ സുഹൃത്ത് ദുആ ചെയ്യാൻ വേണ്ടി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അള്ളാഹുവേ, നീ ആയുരാരോഗ്യവും ശമനവും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അങ്ങനെ എല്ലാവിധ ദുരിതങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെയും അഖിലുകാരെയും നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ഞങ്ങളെ തെറ്റ് കാരണം ഞങ്ങളെ നീ പരീക്ഷിക്കരുതേ അല്ലാ. ഞങ്ങൾക്ക് നീ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണേ നാഥ. ഞങ്ങളുടെ ദർസിനെയും പള്ളിയെയും മഹലിനെയും സഹായിക്കുന്നവരെ നീ എന്നും സഹായിക്കണേ തമ്പുരാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ യാ അക്രമൽ അക്രമീൻ.